നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ മാതാവ് ആര്? മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ. അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നി ആര്? ഉത്തരം ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. മദീനയുടെ പഴയ പേരെന്ത്? ഉത്തരം യസ്രിബ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് കുളിപ്പിച്ചത് ആര്? അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തു? ഉത്തരം ഒരു തവണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജ്റ എത്രാം വർഷമായിരുന്നു? ഹിജ്റ 10-ാം വർഷം. ആദ്യം വഫാത്തായ പ്രവാചക പത്നി ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ ആര്? സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തുന്നിപ്പിടിപ്പിച്ച സ്വഹാബി ആര്? ഉത്തരം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്? 4 തവണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ പേര് എന്താണ്? ഖസ്വ. ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉമ്മു കബശത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ്? ഷാമിലേക്ക്. അബ്ദുൽ മുത്തലിബിൻ്റെ എത്രാമത്തെ പുത്രനായിരുന്നു നബിയുടെ പിതാവായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു? 10ാമത്തെ പുത്രൻ. സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ആരെയെല്ലാമാണ്? ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എവിടെ വെച്ചാണ്? മദീനയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയം? സുബ്ഹിയോടടുത്ത സമയം. മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലമായ മക്ക ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? സൗദി അറേബ്യയിൽ. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വായിക്കപ്പെടുന്നത്. ഹിജ്റ കലണ്ടർ ആരംഭിച്ച വർഷം ഏത്? AD 622. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു? 53. ആദ്യത്തെ ഖലീഫ ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. കർബല യുദ്ധം നടന്ന വർഷം ഏത്?
AD 670. ഹിജ്റ എന്നാൽ എവിടേക്കുള്ള പലായനം ആണ്? മദീനയിലേക്ക്. ബദർ യുദ്ധം നടന്ന വർഷം ഏതാണ്? AD 624. ഇസ്ലാം മത വിശ്വാസത്തിലെ ഔദ്യോഗിക കലണ്ടർ ഏതാണ്? ഹിജ്റ കലണ്ടർ. പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്ന നബി ആരാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന്? AD 571 റബീഉൽ അവ്വൽ 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം ഏത്? മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് അബ്ദുള്ള, മാതാവ് ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ച വർഷം ഏത്? ഹിജ്റ 10-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഏത്? ഖുറൈശി ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 4 പേർ. അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ്? അബൂ ത്വാലിബ്. ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത്? യൗമുൽ ഫുർഖാൻ. ഹലീമ ബീവിയുടെ ഗോത്രം ഏത്? ബനു സഅദ് ഗോത്രം. ബദർ യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സ്വഹാബി ആര്? ഹുബാബ് ബിനു മുൻദിർ റളിയല്ലാഹു അൻഹു. ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ പിതാമഹൻ്റെ പേരെന്ത്? അബ്ദുൽ മുത്തലിബ്. ഇസ്മായിൽ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കനിഞ്ഞേകിയ സംസം കിണർ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിച്ചത് ആരാണ്? അബ്ദുൽ മുത്തലിബ്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകളാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു? ഫാത്തിമ, മാക്സൂളി ഗോത്രക്കാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് നുബുവത്ത് ലഭിച്ചത്? ഹിറാ ഗുഹയിൽ വെച്ച്. ഹിറാ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നൂർ പർവ്വതത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകിയത് ആരാണ്? പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര? 25 വയസ്സ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചതാര്? അസ്മ ബിൻത് അബൂബക്കർ. സൈഫുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? വഹബ് ബിൻ സുഹൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏത്? പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഏത്? റമദാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 7 മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏതാണ്? സൗർ ഗുഹ. ഉമ്മാൻ്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞതാര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത്? ത്വല അൽ ബദ്റു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ വഫാത്തായത്? പിതാവ് നബിയെ ഗർഭം ചുമന്ന് 2 മാസം കഴിഞ്ഞും മാതാവ് നബിയുടെ 6-ാം വയസ്സിലും ആണ് വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ? 40-ാം വയസ്സിൽ. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു? 53 വയസ്സ്. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? 8 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവ്യൻ്റെ പേരെന്ത്? അബൂലഹബ്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? സുമയ്യ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത്? മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുബുവത്ത് ലഭിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ്? 10-ാമത്തെ വർഷത്തെ. പ്രവാചകത്വത്തിൻ്റെ 10-ാം വർഷം ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണമെന്ത്? നബിയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും താങ്ങായിരുന്ന അബൂ ത്വാലിബും ആ വർഷമാണ് മരണപ്പെട്ടത്. മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഫതഹ് 29-ാം ആയത്ത്.